എല്ലാവരെയും സന്തോഷപൂർവ്വം ഇന്നത്തെ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവിക കൃപയോടെ അനുഗ്രഹത്തോടെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെയും, ദൈവത്തിൻ്റെ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് അടുത്തു വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകളെ മടങ്ങിയിരിക്കുമ്പോൾ തന്നെ യഥാർത്ഥമായിട്ട് ദൈവം മുൻപാകെ നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റു പറയാം. പിന്നിട്ട നാളുകളിൽ കഴിഞ്ഞ നിമിഷം വരെയും ദൈവസന്നിധിയിൽ അരുതാത്തത് നാം ചെയ്തിട്ടുണ്ടെങ്കിൽ, സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ചിന്തകളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു വിധമായ അനുഭവങ്ങളിൽ ദൈവമേ അങ്ങേക്ക് ഹിതകരമല്ലാത്തത്, ദൈവിക കൽപ്പനകളോട് ഞങ്ങൾ മറുതലിച്ചു നിന്നിട്ടുള്ളത്, ദൈവമേ അങ്ങയുടെ അനുസരണക്കേട് കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങേ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവം മുൻപാകെ ഏറ്റുപറഞ്ഞ് നമുക്ക് അനുദപിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികൾ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കും നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവീൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ അയൽക്കാർക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ലായിട്ടത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടാന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തുവിന്റെ ഞങ്ങളുടെ സകലപാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിരുപശുദ്ധാത്മാവിനെ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികൾ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയക്ഷേപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന് മാത്രനായി
ജീവന്റെ പതകത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികുകയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിന് മുമ്പ് 19-ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ. ദിവ്യസ്നേഹത്താൽ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവമേ, നിന്റെ കൃപയാൽ നിരന്തരം ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ പ്രവചനാതീതവും സുരക്ഷിതമല്ലാത്തതുമായി തീരുമ്പോൾ ഞങ്ങളെ നിന്റെ ആത്മാവിൽ ബലപ്പെടുത്തണമേ. തകർന്നും നുറുങ്ങിയും മുറിവേറ്റും കഴിയുന്നവരെ നിന്റെ രക്ഷാകരമായ പദ്ധതിയിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ നിന്റെ ദിവ്യഹിതം നിറവേറ്റി നിന്റെ വിശ്വസ്തരായിരിക്കുവാൻ സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. 20-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ പ്രത്യേക സങ്കീർത്തനം 20 നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ നിന്റെ അപേക്ഷകളെയൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. യഹോവയെ രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള ദൈവത്തിരുവചനങ്ങളെ കേൾപ്പിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയുള്ള ദൈവ തിരുവചനങ്ങളെ കേൾപ്പിൻ. മടിശീലയിൽ പൊന്നും വെള്ളിയും
ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പീൻ. പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറയുവീൻ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോകട്ടെ. ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. ഇന്ന് യുവജന ഞായറായിട്ട് മഹായിടവക പ്രത്യേകമായിട്ട് ഓർത്ത് ആചരിക്കുന്ന ദിവസമാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ യുവജനങ്ങളെ ഓർക്കുന്നു. മഹായിടവകയിൽ ആകമാനമുള്ള എല്ലാ യുവജനങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ നടത്തപ്പെട്ട പ്രവർത്തനങ്ങളെയും നേതൃത്വങ്ങളെയും ഒക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് കോവിഡിൻ്റേതായ പ്രതിസന്ധിക്ക് ശേഷം കോവിഡ് അനന്തര സഭയെക്കുറിച്ച് ഏറെ ചിന്തിക്കുന്ന ഒരു നാളുകളിൽ യുവജനങ്ങൾ ഇന്ന് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രയാണ ദിശയിൽ നിന്നും ഏറെ വ്യതിചലിച്ചാണ് മുൻപോട്ട് പോകുന്നതെന്നുള്ളത് സഭയും സമൂഹവും ഒന്നാകെ അംഗീകരിക്കുന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ യുവജന ഞായറാഴ്ച ഒരു മടങ്ങിപ്പോക്ക് നമ്മുടെ മനസ്സുകളിൽ ജീവിതങ്ങളിൽ യാഥാർത്ഥ്യമായി തീരണം. എവിടെ നിന്ന് നാം ദിശ തെറ്റിപ്പോയോ ആ ഒരു പോയിന്റിലേക്ക് മടങ്ങി എത്തിച്ചേരുവാനുള്ള ഒരു ആഹ്വാനമായി ഇന്നത്തെ യുവജന ഞായറാഴ്ച മാറണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. കാരണം ഈ സഭയുടെ ഭാവി എന്ന് പറയുന്ന യുവജനങ്ങളാണ്. ഈ സമൂഹത്തെയും ഗതിയെ നിർണ്ണയിക്കുവാൻ സാധിക്കുന്നത് യുവജനങ്ങൾക്കാണ്. അതുകൊണ്ട് യുവജനങ്ങൾ തങ്ങളുടെ ജീവിതങ്ങളിൽ തെറ്റിപ്പോയ അനുഭവങ്ങൾ, ഗതി അറിയാതെ പോയ അനുഭവങ്ങൾ ഒക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും സജീവമായി സഭയുടെ ആരാധനകളിലും പ്രവർത്തനങ്ങളിലും വ്യാപൃതരായിത്തീരണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യുവജന ഞായറാഴ്ചയുടെ എല്ലാ ആശംസകളും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് മഹായിടവകയായിട്ട് പ്രത്യേകമായി പ്രസംഗ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതിൻ പ്രകാരം ഇന്ന് നമ്മുടെ ദൈവവചന ശുശ്രൂഷ ഓൺലൈൻ ആരാധനയിലും അതുപോലെ നമ്മളുടെ ഇടവകയിലും നടത്തുന്നത് ബഹുമാനമുള്ള മെൽവിൻ പി വർഗീസ് സാറാണ്. സാറ് തിരുവല്ല വൈദിക ജില്ലയിൽ കവിയൂർ ക്രൈസ്റ്റ് ചർച്ച് ഇടവകാംഗമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പ്രിയ സാറ് മഹായുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഗോസ്പൽ ടീമിൻ്റെ കൺവീനറായിട്ട് സേവനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു വൈദിക വേലയിലേക്ക് ആയിത്തീരുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സാറ് ചങ്ങനാശ്ശേരി യുവജന പ്രസ്ഥാനത്തിൻ്റെ യുവജന കേന്ദ്രം യൂത്ത് സെൻ്ററിൻ്റെ ചുമതലയിലും അതുപോലെ തന്നെ വള്ളം വൈദിക ജില്ലയിൽ കിടങ്ങറ സഭയുടെ സഭാശുശ്രൂഷകനായിട്ടും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷകളെ യുവജന പ്രസ്ഥാനത്തെ ശരിയാവണ്ണം ഒരുക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ ഗോസ്പൽ ടീം എന്ന് പറയുന്നത്. ഈ ഗോസ്പൽ ടീമിന് വളരെ മികച്ച ഒരു നേതൃത്വം ഈ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് പ്രിയ സാറിന് നൽകി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു. ഞാനും ആ ശുശ്രൂഷയിൽ ഭാഗമായി തീരുവാൻ എനിക്കും ദൈവം അവസരം നൽകിയിട്ടുണ്ട്. അതൊക്കെ ഒരു നേർസാക്ഷ്യമാണ് സാറിൻ്റെ ഉള്ളിലുള്ള ആത്മീയ ശുശ്രൂഷയുടെയും സാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആത്മീയതയോടുള്ള സാറിൻ്റെ ആ ഒരു താല്പര്യവുമൊക്കെ ഏറെ കാണുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നാളെ മഹായിടവയ്ക്ക് ഒരുപക്ഷെ ആത്മീയ ശുശ്രൂഷകളിൽ വളരെ കർമ്മനിരതയോടെ പ്രവർത്തിക്കുവാൻ സജീവമായിട്ട് പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു നല്ല വ്യക്തിത്വം തന്നെ ലഭിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഏറെ സന്തോഷത്തോടെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയ മെൽവിൻ സാറിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ ഒരു ദിവസം കൂടിയായിട്ട് ഞങ്ങൾ താണമാത്തതിനാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധനയിലായിരിക്കുവാൻ തന്നെ വലിയ കൃപയെ ഓർക്കുന്നു. ഇന്നൊരു യുവജന ഞായറായി കൂടുവാനായി വലിയ കരുണ ഞങ്ങൾക്ക് തന്നുവല്ലോ. ഞങ്ങളുടെ യുവജന പ്രസ്ഥാന അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരോട് കൂടെ ഇരിക്കണമേ. സഭയോടും അച്ഛന്മാരോടും കമ്മിറ്റിക്കാരോടും കൂടെ ഇരിക്കണമേ.
മഹാദേവന്റെ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കണമേ, പ്രവർത്തനങ്ങൾ കൈത്താങ്ങാക്കണമേ. അടിയനോട് കൂടെ ഇരിക്കണമേ. അടിയലിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ കൈ അടിന് മേലിരിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് ജീവൻ യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു കോവിഡിന്റെ ഘട്ടത്തിലും ഒരു വർഷം കൂടി നമുക്ക് യുവജന ഞായറായി കൂടുവാനായി ദൈവം തന്നെ വലിയ കൃപയെ ഓർക്കുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച വർക്കി തോമസ് അച്ഛനോടും സബി അച്ഛനോടും ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോടും യുവജന പ്രസ്ഥാന അംഗങ്ങളോടും കമ്മിറ്റി മെമ്പേഴ്സിനോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാനിപ്പോൾ അറിയിക്കുന്നു. മധ്യകേരള മഹായിടവ യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള നന്ദിയും ആശംസയും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി ഞാനൊരു വാക്ക് നിങ്ങളോട് കുറിക്കട്ടെ. വളരെ അർത്ഥപൂർണമായ പ്രവർത്തനങ്ങളാണ് ഈ ഒരു കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഓഫ്ലൈനായിട്ട് പ്രോഗ്രാംസുകളൊന്നും നമുക്ക് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലും ഓൺലൈനായി നിരവധി പ്രോഗ്രാംസുകൾ നടത്തുവാനായിട്ട് ദൈവം കൃപ തന്നു. ഏകദേശം 350ഓളം കോവിഡ് കിറ്റുകൾ, അതായത് അരിയും മറ്റു സാധനങ്ങളുമുള്ള ഏകദേശം 350ഓളം കോവിഡ് കിറ്റുകൾ നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഏകദേശം 175ഓളം കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ പഠിക്കുവാനായിട്ട്, മൊബൈൽ ഫോൺ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 150ഓളം പേർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുവാനായിട്ടും നമുക്ക് സാധിച്ചു. 175ഓളം സ്റ്റുഡൻസിന് കൊടുക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒത്തിരി ഓൺലൈൻ മീറ്റിങ്ങുകളും നടത്തും. ഗോസ്പൽ ടീമിൻ്റെ ഭാഗമായിട്ടും ജില്ലയുടെ ഭാഗമായിട്ടും നേഴ്സസ് ഡേയുടെ അങ്ങനത്തെ ദിവസങ്ങളിലും അല്ലാതെ നിരവധി ഓൺലൈൻ മീറ്റിങ്ങുകൾ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ പല ജില്ലകളും ഓൺലൈൻ കലാമേളകൾ, റിട്രീറ്റുകൾ, ക്യാമ്പുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഓൺലൈനായിട്ട് നടത്തി മാതൃകകൾ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു വർഷക്കാലവും കർമ്മനിരതമായി പ്രവർത്തിക്കുവാനായി ദൈവം തന്ന വലിയ കൃപയെ ഓർക്കുന്നു. അപ്കമിങ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്ട്സുകളുണ്ട്, അതിനെപ്പറ്റിയും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഒന്ന്, തണൽ പദ്ധതി. നമ്മളുടെ വീടുകളിലും മറ്റും ഉപയോഗമില്ലാത്ത വീൽ ചെയറുകൾ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ ആ കാര്യങ്ങൾ നമ്മൾ മഹാദേവൻ പ്രസ്ഥാനമായി കളക്ട് ചെയ്ത് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് തണൽ പദ്ധതി. അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തെലങ്കാന മിഷനിലെ മംഗലപ്പള്ളിയിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, ലാബുണ്ട്. ഒരു ഹിന്ദു ഡോക്ടറാണ്, ഫാമിലിയുമാണ് അവിടെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്കൂളിൽ ഒരു അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപകൻ്റെ ആവശ്യം ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞും മറ്റും വെറുതെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ യുവജനങ്ങൾക്ക് അവിടെ പോയി വർക്ക് ചെയ്യാവുന്നതാണ്, സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മിഷൻ, ഒരു മിഷൻ ചർച്ചായ നമ്മൾ മിഷന് കൂടുതൽ സ്നേഹിക്കുകയും അതുപോലെ തന്നെ സേവനപരമായും സാമ്പത്തികപരമായും പ്രാർത്ഥനാപരമായും നിരവധി സഹായങ്ങൾ മിഷൻ നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഈ വർഷത്തെ ചിന്താവിഷയം എന്നത് വ്രണിത ലോകത്തിൻ്റെ ശുശ്രൂഷയിൽ യുവജനങ്ങളുടെ ഐക്യദാർഢ്യം എന്നതാണ്. വ്രണിത ലോകത്തിൻ്റെ ശുശ്രൂഷയിൽ യുവജനങ്ങളുടെ ഐക്യദാർഢ്യം. സാധാരണ പോലെ തന്നെ ഈ വിഷയം കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലൊരു കാളലാണ്. ഈ യുവജന പ്രസ്ഥാന ഭാരവാഹികൾക്ക് അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനത്തിന് പൊതുവേ ഉള്ളൊരു ചീത്തപ്പേരാണ് എല്ലാ വർഷവും ഇങ്ങനത്തെ ടോപ്പിക്കുകളാണ് എടുക്കുന്നത്, ഒന്നും മനസ്സിലാവത്തില്ല എന്നുള്ളത്. ഞാൻ ഉൾപ്പെടെ കേട്ടിട്ടുമുണ്ട്, ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിന് തലക്കെട്ട് മാത്രമേ ഇച്ചിരി കട്ടിയുള്ളൂ. വ്രണിത ലോകത്തിൻ്റെ ശുശ്രൂഷയിൽ യുവജനങ്ങളുടെ ഐക്യദാർഢ്യം. വ്രണിതം മീൻസ് വ്രണം, അതായത് നമുക്കിപ്പോൾ അതിനെ വ്രണത്തിന് വി ക്യാൻ കോൾ ഇറ്റ് ആസ് വൂണ്ട്. ഈ മുറിവിനെ നമുക്ക് പല സാഹചര്യങ്ങളുമായിട്ടും കണക്കിടാൻ സാധിക്കും. മുറിവ് വേദനയുടെയും അതുപോലെ തന്നെ സങ്കടത്തിൻ്റെയും പ്രതീകമായി നമുക്ക് കണക്കിടാൻ സാധിക്കും. ഉണ്ടായ മുറിവുകളുമുണ്ട്, ഉണ്ടാക്കിയ മുറിവുകളുമുണ്ട്. എന്താണ് ഉണ്ടായ മുറിവുകളും ഉണ്ടാക്കിയ മുറിവുകളും? നമ്മളൊന്ന് മറിഞ്ഞു വീഴുന്ന നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു മുറിവിന് ഉണ്ടായ മുറിവെന്ന് പറയാം. ഒരാൾ മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന മുറിവിനെ നമുക്ക് ഉണ്ടാക്കിയ മുറിവുകൾ എന്ന് വേണമെങ്കിലും
പറയാം. വേറെ 2 തരം മുറിവുകളെ പറ്റി നമുക്ക് നോക്കാം. ശാരീരിക മുറിവ്, മാനസിക മുറിവ്. ശാരീരിക മുറിവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശാരീരിക മുറിവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്യൂറബിൾ, ഫാസ്റ്റ്ലി ക്യൂറബിൾ. മിക്കതും ശാരീരിക മുറിവ് വൂൺസ് ക്യൂറബിൾ ആണ്. വാട്ട് അബൌട്ട് മെന്റൽ വൂൺസ്? അത് പല ആളുകളിലും വളരെ സമയമെടുത്ത് ക്യൂർ ആകുന്ന ഒരെണ്ണമാണ്. ചിലർക്ക് ക്യൂർ ആകാതെയും പോകുന്ന അവസ്ഥകളുണ്ട്. ഞാനൊരു MSW പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ എൻ്റെ പഠന സമയത്ത് എൻ്റെ ഒരു ബ്ലോക്ക് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്തത് ചങ്ങനാശ്ശേരി തന്നെ അടുത്തുള്ള ഒരിടത്തെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെ ഞാനൊരു ആളെ പരിചയപ്പെട്ടു, കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട്. പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഒരു അധികം പ്രായമൊന്നും 30 മാക്സിമം 29-30 വയസ്സുള്ളൊരു പയ്യൻ. പുള്ളി എല്ലാ പണിയും ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അയൽക്കാരനുമായിട്ടൊന്ന് പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഇവർ തമ്മിൽ ഭയങ്കര അടിയും ബഹളവും ഒക്കെ ആയിട്ട് പുള്ളി കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞു. ഇവന് മനസ്സിൽ കിടന്നങ്ങ് ഒരു വേദനയായിട്ട് ഇങ്ങനെ ഉയർന്നു വന്നു. അവസാനം എന്ത് സംഭവിച്ചു? ഈ പയ്യന് രാത്രികളിൽ ചാടി എണ്ണീക്കുവാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരംഭിച്ചു തുടങ്ങി. അവസാനം ഇവനെ എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം ഇവന് വഴി കൂടെ നടന്നു പോകുന്ന എല്ലാവരോടും വഴക്കാണ്. ഇവൻ പറയുന്നത് വെച്ചാൽ വഴി കൂടെ നടന്നു പോകുന്ന എല്ലാ ആളുകളും എന്നെ ശ്രദ്ധിക്കുന്നു. മറ്റേ നമുക്ക് പുള്ളിയുടെ അയൽക്കാരനെ കുട്ടപ്പൻ എന്ന് വിളിക്കാം. ഈ കുട്ടപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആളുകൾ ആണ് നിങ്ങളെല്ലാവരും. ഇപ്പം പുള്ളിയുടെ ചേച്ചി തന്നെ വിളിക്കുമ്പോൾ, പുള്ളിയുടെ ചേച്ചി പുറത്താണ്, കാനഡയിലാണ്. പുള്ളിക്കാരി വിളിക്കുമ്പോഴത്തേക്കിനും പറയും, നീ കുട്ടപ്പൻ എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കുട്ടപ്പനെ പറയാൻ വേണ്ടി വിളിക്കുന്നതല്ലേ എന്ന് പറഞ്ഞാൽ സ്വന്തം ചേച്ചിയോട് പോലും, അപ്പനോട് പോലും, നാട്ടുകാരോട് പോലും വഴക്ക്. അല്ലെങ്കിൽ എൻ്റെ മനസ്സ് കുട്ടപ്പൻ അറിയുന്നു, പുള്ളി കൂടോത്രം ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അവസാനം കൂട്ടുകാരെല്ലാം കൂടി ഇവനെ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഓക്കെ, അവൻ അഡ്മിറ്റായി. അവസാനം അവൻ്റെ രക്ഷപ്പെട്ടു. ഇത് മനുഷ്യനുണ്ടാക്കുന്ന ഒരു മാനസിക മുറിവാണ്. യെശയ്യാവ് 53:5 പറയുന്നു, അവൻ നമ്മുടെ അതിക്രമം നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു എന്നാണ്. ക്രിസ്തു അനുഭവിച്ച വേദനയുടെ ഒരു രേഖാചിത്രം നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് ലഭിക്കും. മനുഷ്യർ ചെയ്ത അനുസരണക്കേടിന്റെ ഫലമായിട്ടാണ് ക്രിസ്തുവിന്റെ ദേഹത്തെ ആ തിരുമുറിവ്. ക്രിസ്തുവിന്റെ അവസാന സമയം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നിരവധി മാനസികമായിരിക്കുന്ന വിഷമങ്ങളും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സമയത്ത് ശാരീരികമായിട്ടുള്ളതുണ്ടല്ലോ, അത് നമുക്കറിയാം. മാനസികമായിട്ടുള്ള ഒത്തിരി വിഷമങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അവസാനത്തെ ആ നിമിഷങ്ങളിലൊക്കെ, പ്രാർത്ഥനയിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കാണാം. ഓക്കെ, അപ്പൊ ആന്തരിക വേദനയും ശാരീരിക വേദനയും ഒരുപോലെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. 1 പത്രോസ് 2:24 ഇങ്ങനെ പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ മുറിവും ക്രിസ്തുവിന്റെ വേദനയുമാണ് നമ്മളുടെ സൗഖ്യം എന്ന് പറയുന്നത്. എങ്ങനെ മുറിവിനെ സുഖപ്പെടുത്താം? മദർ തെരേസ പറഞ്ഞൊരു കാര്യം മാത്രമായിട്ട് ഞാനത് പറയുകയാണ്. മദർ തെരേസ നമുക്കറിയാമല്ലോ, അശരണരുടെ അമ്മ, പാവം ആളുകൾക്ക് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരമ്മ. അപ്പോൾ ആ അമ്മ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഞാൻ മറ്റുള്ളവരിലും യേശുവിനെ കാണുന്നു. വലിയൊരു പോയിന്റാണ്. ഞാൻ മറ്റുള്ളവരിലും യേശുവിനെ കാണുന്നു. എൻ്റെ മുന്നിൽ വരുന്ന ഓരോ രോഗികളും, വേദന ഒളിക്കുന്നവരും, വ്രണമുള്ളവരും എല്ലാവരും യേശുവാണ് എന്ന് കാണുന്നു. അങ്ങനെ കണ്ട് അവരെ കരുതുവാനായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുവാനായിട്ടും അങ്ങനെയാണ് മദർ തെരേസ കെയറിങ്ങിനെ കണ്ടിരുന്നത്. അപ്പൊ അതുപോലെ നമ്മളും കാണുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വി ക്യാൻ ഓൾസോ ക്രിയേറ്റ് വണ്ടേഴ്സ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വി ക്യാൻ ഓൾസോ ക്രിയേറ്റ് വണ്ടേഴ്സ്. വ്രണത ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? മതതീവ്രവാദികളെയും ഭീകരവാദത്തിന്റെയും പീഡനത്തിന്റെയും ഇരയായി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട്, വിദ്യാഭ്യാസത്തിനുള്ള ഒരു റൈറ്റ് നഷ്ടപ്പെട്ട്, സൗഹൃദം നഷ്ടപ്പെട്ട്, കുടുംബം നഷ്ടപ്പെട്ട്, അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട്, ബേസിക് ഹ്യൂമൻ റൈറ്റ്സുകൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പറ്റം സമൂഹത്തെ നമുക്ക് ഇന്ന് കാണാം. തൻ്റെ ശബ്ദം തന്നെ അടിച്ചമർത്തപ്പെട്ട്, പുരുഷ
അങ്ങനെ അടിച്ചമർത്തപ്പെട്ട പുരുഷന്മാരും, അങ്ങനെ പലതും നമുക്ക് കാണാം. എന്താണ് മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ റൈറ്റ് എന്ന് പറയുന്നത്? മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ റൈറ്റ് എന്ന് പറയുന്നത് ജീവിക്കാനുള്ള സാഹചര്യമാണ്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ മരണം വരെ ജീവിക്കുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചുള്ള അവൻ്റെ ഏറ്റവും വലിയ അർഹത എന്ന് പറയുന്നത്. അതിന് തടങ്കലിടുന്ന ഒരു പ്രവർത്തനങ്ങളും അനുവദിച്ചു കൊടുക്കാവുന്നതല്ല. എന്നാൽ ആ അർഹത ഇന്ന് നിഷേധിക്കപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരാളുടെ മാത്രം സംതൃപ്തിക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. കളക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് നമ്മൾ. ഒരാളുടെ പ്രയോറിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ഇന്ന് ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താലിബാൻ വിഷയങ്ങളും മറ്റും നമുക്കറിയാം. അവിടുത്തെ ഹെഡായിട്ടുള്ള ആളുകളുടെ ആഗ്രഹപ്രകാരമാണ് ബാക്കിയുള്ളവർ ജീവിക്കുന്നത്. അടുത്തതായി, വ്യക്തികളുടെ വേദനകളും സങ്കടങ്ങളും അറിഞ്ഞ് സുഖപ്പെടുത്തുക. ഈ വ്യക്തികളെ സുഖപ്പെടുത്തുന്നത് വഴി ലോകത്തെ സുഖപ്പെടുത്തുക എന്നുള്ള ഒരു പോയിന്റാണ് ഉള്ളത്. മനുഷ്യരുടെ നിലവിളിക്ക് കാതോർത്തവനാണ് ക്രിസ്തു. എന്നെ ശുദ്ധനാക്കുക, എന്നെ സൗഖ്യമാക്കുക, ക്ലെൻസ് മീ ലോർഡ് എന്നൊക്കെ പറഞ്ഞ് യാചിച്ച ആളുകൾക്ക് ക്രിസ്തു സൗഖ്യം നൽകിയതായിട്ട് നമുക്ക് കാണാം. യാചിച്ചു, അവർക്ക് ലഭിച്ചു. നമ്മൾക്കുള്ളിൽ ആഗ്രഹം കൂടി വേണം. മുറിവുകൾ ഉണക്കാനും എൻ്റെ മുറിവുകൾ തന്നെ ഉണങ്ങി ലഭിക്കുവാനും ഒരാഗ്രഹം കൂടി നമ്മുടെ മനസ്സിൽ വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗലാത്യർ 2:16 എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. വിശ്വാസത്തിന്റെ പ്രസക്തി എന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത് ലോകത്തിന്റെ ഒരു പ്രോബ്ലമാണ്. വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് എവിടെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്രണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി നമുക്ക് പുറകെ നോക്കാം. ഓക്കെ, മനുഷ്യനെ പോലെ തന്നെ പ്രകൃതിയും മുറിവേൽക്കുന്നുണ്ട്. മനുഷ്യന്റെ അമിതമായ ഇടപെടൽ മൂലം ഈ വാസസ്ഥലങ്ങൾ തന്നെ വളരെ നഷ്ടപ്പെടുന്നുണ്ട്. കൃഷി കുറഞ്ഞു. കൃഷിയുടെ ഇപ്പം ഉള്ള കൃഷിക്കാർ തന്നെ ഇപ്പം സമരം, അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ സമരം ചെയ്യുന്നു. അങ്ങനെ പ്രകൃതിയും മനുഷ്യനാൽ വ്രണപ്പെട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. ഈ മുറിവുകളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ക്രിസ്തുവിന്റെ തിരിമുറിവ്, ഫോർ എക്സാമ്പിൾ, ക്രിസ്തു വേദന സഹിച്ചു, വിഷമിച്ചു, എല്ലു നുറുങ്ങി, മരിച്ചു, അടക്കപ്പെട്ടു, ശേഷം ഉയർത്തെഴുന്നേറ്റു. ഓക്കെ, വാട്ട്സ് ദ റിസൾട്ട്? മനുഷ്യരുടെ പാപം മോചിച്ചു. ക്രിസ്തുവിൻ്റെ മുറിവ്, ആ മുറിവ് എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ പാപത്തെ മോചിക്കുവാനായിട്ട് അത് നമുക്ക് ഉപകരിച്ചു. അപ്പോൾ ക്രിസ്തു ഒരു യുവാവായിരുന്നു. ആ യുവാവ് മുറിവുകളിലൂടെ മറ്റുള്ളവരെ രക്ഷിച്ചു. മുറിവുകൾ ഉണ്ടാക്കിയല്ല, മുറിവുകൾ സ്വയം ഏറ്റെടുത്ത് ലോകത്തെ രക്ഷിച്ചു. സ്കോട്ട്ലൻഡുകാരനായ ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സമ്പാദ്യം കുറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് 9 മക്കളുണ്ടായിരുന്നു. 9 മക്കൾ. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ അതിനു വേണ്ടി അവർ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആ കപ്പൽ മാർഗത്തിലുള്ള യാത്രയായതുകൊണ്ട് ഇവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതിനുവേണ്ടി അവരെല്ലാം റെഡിയായി, വീട്ടുകാരെല്ലാം റെഡിയായി. ആ ഇരിക്കുന്ന സമയത്താണ് അവരുടെ മകനെ ഒരു നായ കടിച്ചു. അപ്പോൾ അങ്ങനെ ഡോക്ടർ വന്നു, ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി 2 ആഴ്ചത്തേക്ക് ഈ വീട്ടിൽ നിന്ന് ആരും പുറത്ത് പോകരുത്. 5 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 7 ദിവസത്തിന് ശേഷം അവരുടെ കപ്പൽ പുറപ്പെടുകയാണ്. ഈ ക്ലാർക്ക് ഭയങ്കര ഒരു സങ്കടവും വിഷമമൊക്കെ ഉള്ളിലായിട്ട് അദ്ദേഹം അങ്ങ് തളർന്നു പോയി. പിന്നെ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കപ്പൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചു മുങ്ങി. അതാണ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് സങ്കടമുണ്ട്, ഞാനത് മറക്കുകയല്ല.
ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകനുണ്ടായ ഒരു വേദന അല്ലെങ്കിൽ മുറിവിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിച്ചു. ഏത് മുറിവിനാണെങ്കിലും വേദനയ്ക്കാണെങ്കിലും ഒരെഞ്ചില് അത് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർക്കുന്നത് വളരെ നല്ലതാണ്. ഈ ലോകത്തില് യുവജനങ്ങളുടെ പ്രവർത്തനത്തിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. യുവജനങ്ങൾ മാറ്റത്തിന്റെ ശബ്ദമാണ്. പലപ്പോഴും യുവജനങ്ങൾക്കെതിരെ കേൾക്കുന്ന ഒരു ആരോപണമാണ് പെട്ടെന്ന് കോപിക്കുന്നവരാണ്. ഇങ്ങനെ കോപിക്കുന്ന ആളുകൾ എങ്ങനെ ശുശ്രൂഷയിൽ നിൽക്കുമെന്നൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ബേസിക്കലി അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇത് കോമ്പറ്റീഷന്റെ ലോകമാണ്. നമുക്കറിയാം 90% മാർക്കില്ല പല കോളേജസും 90% കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. ഇപ്പം ജോലിക്കാണെങ്കിലും നമുക്കറിയാം, ഇപ്പൊ IIT പഠിക്കാത്തവർക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ ഉണ്ട് എങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഫയർഡ്. അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് യുവജനങ്ങൾ ജീവിക്കുന്നത്. അവരുടെ ഒരു മാനസിക വ്യഥ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ശുശ്രൂഷയിൽ എങ്ങനെ നിൽക്കാമെന്നുള്ളത്, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷക്കാരനുമാകണമെന്ന്. താഴ്മയോടെ ശുശ്രൂഷയിലായിരുന്നാൽ ദൈവം തമ്മിൽ നമ്മളെ മുന്നിലെത്തിക്കും. നമ്മളെപ്പറ്റി ആൾക്കാർ എന്ത് പറയുന്നു എന്നൊന്നും ശ്രദ്ധിക്കാതെ ശുശ്രൂഷയിലായിരിക്കുവാനായിട്ട് ശ്രമിക്കാം. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് മുറിവുകളെ ഉണക്കുക തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാവരും നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കണം. അതാണ് ബേസിക്കലി ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്, ഈയിടെ ഞാൻ സ്ഥിരം ട്രാവൽ വ്ലോഗുകളും ഫുഡ് വ്ലോഗുകളും എല്ലാം കാണുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ കണ്ട സമയത്ത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല, കണ്ടത് ഒരു വീട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞൊരു പൊളിഞ്ഞൊരു വീട് കാണിച്ചു, ഇതാണ് അദ്ദേഹം കിടന്നിരുന്ന വീട്, ഇവിടെ നിന്നാണ് ഉയർന്നു വന്നത്, നിങ്ങളാണ് സഹായിച്ചത്, ഇതൊക്കെ പറഞ്ഞു. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കാരണം വന്ന വഴി മറന്നിട്ടില്ല. ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അതിനുശേഷം ഞാൻ വേറൊരു കണ്ടു, വില്ലേജ് ഫുഡ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയും, മിസ്റ്റർ ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറയുന്നത്. ഒരു പാലക്കാടങ്ങളിലാണ് ആ ഒരു വില്ലേജിൽ അദ്ദേഹം ഒരു പറമ്പിൽ നിന്ന് കുക്ക് ചെയ്യും മിക്കവാറും. അപ്പോൾ എപ്പോഴും അദ്ദേഹം ഒരു സഹായം കൂടെ ആയിരിക്കും കുക്ക് ചെയ്യുന്നത്. പക്ഷെ കുക്കിങ്ങിന് ശേഷം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി കുറേ ആഹാരം കഴിച്ചിട്ട് പറയും, നമുക്ക് പിള്ളേർക്ക് എല്ലാവർക്കും കൊടുക്കാം. എന്നിട്ട് ആ നാട്ടിലുള്ള ഒരുമാതിരി 10-20 പിള്ളേരെയും പിടിച്ച് അവർക്ക് ഫുഡ് കൊടുക്കും. കൂടാണ്ട് ബാക്കി ഫുഡ് കൊണ്ട് ഓർഫനേജിൽ കൊടുക്കുന്നതായിട്ട് അദ്ദേഹം എല്ലാ വീഡിയോസിനും പറയുന്നുണ്ട്. ഇന്നത്തെ ഫുഡ് നമുക്ക് ഓർഫനേജിലെ മക്കൾക്ക് കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ മാതൃകയാക്കേണ്ട ഒരു കാര്യം. ഇതാണ് ഹീറോയിസം. കാരണം ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരെ കരുതുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നല്ലൊരു ഫാൻ ബേസുമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ആ കൂടുതൽ ആളുകൾ നോക്കുന്ന ഇതാണ്, അദ്ദേഹത്തിന്റെ ഒരു മറ്റുള്ളവരെ കരുതുക. അതുപോലെ നമ്മളും സഭയെയും സമൂഹത്തെയും കരുതുവാനായിട്ട് പഠിക്കണം. ഇന്നത്തെ യുവജനങ്ങൾക്ക് പറ്റുന്നൊരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഗതിയെ എങ്ങനെ വിലയിരുത്തണമെന്ന് അറിയില്ല. ഒരു സംഗതി എങ്ങനെ വിലയിരുത്തണമെന്നൊരു പിടുത്തമില്ല. അപ്പം അതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഒത്തിരി ഷോർട്ട് ഫിലിംസുകളും എത്തീസത്തിനും അങ്ങനെയുള്ള ഹോമോസെക്ഷൽ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒത്തിരി പടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എത്തീസത്തെ തന്നെ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ഷോർട്ട് ഫിലിംസുകളും മറ്റും കണ്ട് പല പിള്ളേരും ഒരു എത്തീസ്റ്റുകൾ നിരീശ്വരവാദികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ പരിചയത്തിൽ തന്നെ പല ആളുകളും ഇങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെ എങ്ങനെ എടുക്കണമെന്നുള്ള ഒരു ചിന്തയില്ല. അതൊരു വലിയ പ്രോബ്ലമാണ്. മറ്റുള്ളവരെ ഫിനാൻഷ്യലി സഹായിക്കാൻ മടിയുള്ള ആളുകളുമുണ്ട്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ തന്നെ കയറി വന്നതാണ്, ഞാൻ രക്ഷപ്പെട്ടതാണ്, അതായത് ഞാൻ എൻ്റെ സ്വന്തം പ്രയത്നത്തിലൂടെ രക്ഷപ്പെട്ടതാണ്, അതുപോലെ മറ്റുള്ളവർ സ്വന്തം പ്രയത്നത്തിലൂടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് അവരുടെ തന്നെ കുറ്റമാണ് എന്ന് പറയുന്ന ഒരു സമൂഹവും ഉയരുന്നത്. ഇത് 2 ടൈപ്പ് ഓഫ് ആളുകളാണ്. എങ്ങനെ സഹായിക്കാം എന്നതിൽ, അല്ലെങ്കിൽ എങ്ങനെ ശുശ്രൂഷിക്കാം, എങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ശുശ്രൂഷിക്കാം എന്നത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട ഒന്നല്ല, സ്വയം അകമേ തോന്നേണ്ട ഒന്നാണ്. ഓക്കെ, ഒരാളുടെ ആവശ്യം എന്തെന്ന് മറ്റുള്ളവർ പറയാണ്ട് സ്വയം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഇന്റലക്ച്വലായിട്ട് നമ്മൾ വളരുകയും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ജീവിതത്തിൽ നമ്മൾക്ക് ഒരു നല്ല വാല്യൂ, അല്ലെങ്കിൽ നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല വാല്യൂവിൽ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ലോകത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഫിനാൻഷ്യലി ഒരു ആകണമെന്നില്ല. പല രീതിയിൽ നമുക്ക് സഹായിക്കാം. പ്രാർത്ഥനയിലൂടെ സഹായിക്കാം, ഒരു ഫോൺ കോളിലൂടെ സഹായിക്കാം, അങ്ങനെ പല കാര്യങ്ങളും സഹായിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ ശുശ്രൂഷയെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ
പല യുവജന പ്രസ്ഥാന അംഗങ്ങളും പല കാര്യങ്ങളും ചെയ്തു. ഫുഡ് കിറ്റുകൾ കൊടുത്തു, കോവിഡ് വാക്സിൻ ബുക്കിംഗ് കൗണ്ടറുകളായിട്ടിരുന്നു, ഫോൺ കൊടുത്തു, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി, ഫ്രീ ആയിട്ട് മെഡിസിൻസ് കൊടുത്തു, സാനിറ്റൈസർ കൊടുത്തു, പലയിടത്തും ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ഉള്ള ഇത് മെഡിസിൻ കൊടുക്കാൻ പോയി, ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി പോയി, കൃഷി നടത്തി, കിട്ടിയ കാശെല്ലാം പഞ്ചായത്തിലും അതുപോലെ കോവിഡ് റിലീഫിലും കൊടുത്തു. ഇതിനൊക്കെ ഒത്തിരി കാശ് അവർ മുടക്കിയിട്ടുള്ളതല്ല, അവരുടെ അധ്വാനത്തിന്റെ ഫലവും കൂടാണ്. ആ അധ്വാനമാണ് നമ്മുടെ ശുശ്രൂഷയും, ആ അധ്വാനമാണ് മറ്റുള്ളവരുടെ മുറിവുകളെ ഉണക്കുക എന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിലും സാഹചര്യം അറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. ജീവിത സാഹചര്യം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ സാഹചര്യമല്ല നാളെ, നാളത്തെ അല്ല നാളെ കഴിഞ്ഞ്. അപ്പൊ ആളുകളുടെ അവസ്ഥയും വേദനയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്താണ് അവരുടെ അവസ്ഥ എന്നറിഞ്ഞ് ആ അവസ്ഥയിൽ അവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിന്റെ നല്ലൊരു പോരാളിയായിരിക്കണം. പ്രാർത്ഥന ഇപ്പോൾ ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ് പ്രാർത്ഥന. വീട്ടുപ്രാർത്ഥന ഒരു കുറച്ചു നേരം ഉണ്ടെങ്കിൽ അത് മാത്രമേ കാണൂ. നമ്മൾ കുറച്ച് ടൈം പ്രാർത്ഥനയിൽ സ്പെൻഡ് ചെയ്യുക. വികാരങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുക. ഇന്ന് തന്നെ ഒരാളെ കൊന്നു. ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഒരു പെൺകുട്ടിയെ പ്രണയ നൈരാശ്യം മൂത്തു കൊന്നു എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊന്നു. അപ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു തരത്തിലുള്ള മനോരോഗമാണ്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ എല്ലാം കണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. വികാരങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് പ്രാർത്ഥനയിലായിരുന്ന മറ്റുള്ളവർക്ക് എന്താവശ്യമെന്ന് കണ്ട് ആ ആവശ്യങ്ങളായ അവരുടെ വ്രണങ്ങളെ മരുന്ന് വെക്കുകയും, അതായത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരിൽ പ്രവർത്തിക്കുകയും ചെയ്ത് അവരിൽ ക്രിസ്തുവിനെ കണ്ട് ക്രിസ്തുവിൻ്റെ പാത നമ്മളും പിന്തുടർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ ലോകത്തിന്റെ ശുശ്രൂഷയിലായിരിക്കും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, ഈ ലോകത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുവാനും അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും കർത്താവായ ദൈവം നമ്മളെ നമുക്ക് എല്ലാവിധമായ ശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ വിരമിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിൽക്കുമ്പോൾ തന്നെ നിഖ്യാ വിശ്വാസ പ്രമാണത്തിൻ്റെ സംഗതികളെ നമുക്ക് ഒരുമിച്ച് ഏറ്റുപറയാം. നിഖ്യാ വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും പിതാവും ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനുടെ ഏകത്വമുള്ളവൻ, അവനാൽ സകലവും ഉണ്ടായി. ആ മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവ് ഞാൻ കന്യമറിയിൽ അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവഴുത്ത് പ്രകാരം 3-ാം ദിവസം ഉയർന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മുഹൂർത്തത്തോടെ വീണ്ടും വരും. അവൻ്റെ ആയത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട മുഖത്തപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് പറയിച്ചവനുമായ വിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ ഏകവിശുദ്ധയിൽ ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരുടെ പുനരുത്ഥാനത്തിനും വരുവാൻ ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. നമുക്ക് തലകളെ വണക്കാം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ആ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം വിധിവനായ ദൈവം ഇടയാക്കിയ വലിയ കൃപയ്ക്ക് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനോഹരമായ ഒരു ദിനം ദൈവം നമുക്ക് വേർതിരിച്ച് നൽകി. ഈ ദിവസത്തിൻ്റെ സന്തോഷം, അനുഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാപിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കുന്ന വലിയ കൃപയ്ക്ക് നമുക്ക് ദൈവത്തിന് ആയിരം സഹോദരങ്ങളെ കരയേറ്റാം. എത്രയോ പേര് ഈ ദിവസം കാണാതെ മരണം വഴിയായി ലോകത്ത് നിന്ന് കടന്നുപോയി. എത്രയോ പേര് പലവിധമായ ജീവിത പ്രശ്നങ്ങളിൽ അകപ്പെട്ട് മനസ്സ് തകർന്നും ഹൃദയവേദനകളോടെയും ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെയൊക്കെ ജീവിതം നൽകി തന്ന സൗഖ്യത്തിന്, സമാധാനത്തിന്, സന്തോഷത്തിന് ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയേറ്റാം. ഒപ്പം ഹൃദയ നൊമ്പരങ്ങളോടെ, വേദനകളോടെ കർത്താവെ കഴിയുന്നവരെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ കർത്താവെ അവിടുന്ന് ആശ്വാസവും സമാധാനവും സൗഖ്യവും നൽകി കൊടുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപരിച്ചുള്ള ദൈവകൃപയ്ക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ഇന്ന് ആരാധനയുടെ അനുഭവം ദൈവം നമുക്ക് നൽകി തരുന്നുവല്ലോ. ദൈവമായ കർത്താവേ, ഈ ആരാധനയുടെ സന്തോഷം കർത്താവ് ഞങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും പകരുവാൻ, ഞങ്ങൾ അനുഭവിച്ച ദൈവിക ചൈതന്യം മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുവാൻ തക്കോണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെതായ പ്രതിസന്ധികൾ നിന്ന് ദൈവം ഇത്രത്തോളം നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. ഇത്രത്തോളം നിയന്ത്രണ വിധേയമായി മുൻപോട്ട് താവേ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുവാൻ ദൈവം ഇടയാക്കുന്ന വലിയ കൃപയ്ക്ക് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. കർത്താവേ, രോഗങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കൂടാതെ ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം ഞങ്ങളെയൊക്കെ കാത്തു സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ ജനങ്ങളെയും, എല്ലാ ഭവനങ്ങളെയും, എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേക്ക് സാക്ഷ്യം കരയേറ്റുന്ന ഒരു മാതൃകയുള്ള വിശ്വാസ സമൂഹമായി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ പല കോണുകളിൽ നിൽക്കുന്ന ഞങ്ങളെ ഒത്തൊരുമിച്ച് കർത്താവെ ഒരു ചങ്ങലയുടെ കണ്ണികളായി പരസ്പരം യോജിച്ച് നല്ലൊരു കൂട്ടായ്മ ബന്ധത്തിൽ കർത്താവെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവസ്ഥാനത്തിലേക്ക് ഓർത്തു നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതാനുഭവങ്ങളെയൊക്കെ ദൈവസ്ഥാനത്തിൽ നമുക്ക് ഓർക്കാം. പലവിധമായ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്നവർ, രോഗങ്ങളുടെ അനുഭവങ്ങളായിരിക്കുന്നവർ, ക്ഷീണത്തിലായിരിക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങളും കയറി കഴിയുന്ന അനേകർ, വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പ്രവർത്തന മേഖലകളിലുമൊക്കെ പ്രശ്നങ്ങളിൽ മനസ്സ് തകർന്ന് മനസ്സ് നൊന്ത് ജീവിക്കുന്ന അനേകരെ ദൈവസ്ഥാനത്തിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡായ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ കർത്താവെ മനസ്സ് തകർന്ന് ജീവിക്കുന്നവർ, ഒട്ടേറെ പേരുടെ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു, ഒട്ടേറെ പേരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ, ലോകം പ്രതിസന്ധിയിൽ നിൽക്കുന്നു. മുൻപോട്ട് എങ്ങനെയെന്നുള്ള ആശങ്കകളിൽ മനസ്സ് തകർന്ന് ജീവിക്കുന്നവർ എല്ലാവരുടെയും ആശങ്കകളെയും എല്ലാവരെയും ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകലത്തിനും പരിഹാരം അങ്ങയുടെ പക്കലാകുന്നു എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന കർത്താവെ, പ്രതിസന്ധികളിൽ നിന്ന് ഈ ലോകത്തെ കൈപിടിച്ചുയർത്തുവാൻ ദൈവത്തിന് സാധ്യമെന്ന് കർത്താവെ, ലോകം ഒന്നാകെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഉണ്ടാവണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഇടവകയിൽ രോഗികളായിട്ടുള്ളവരെ ദൈവസ്ഥാനത്തിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ അനുഭവിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ശാരീരികമായ ക്ഷീണത്തിലും പ്രയാസങ്ങളുമായി വാർദ്ധക്യത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ദൈവസ്ഥാനത്തിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമേ, ഈ സഭയ്ക്ക് മികച്ച നേതൃത്വം നൽകുവാൻ നിൻ്റെ മക്കളെ അവിടുന്ന് ഒരുക്കി. കർത്താവ്, ഈ കാലങ്ങളിൽ ക്ഷീണിതരായി പ്രയാസങ്ങളോടുകൂടി കർത്താവ് ഭവനങ്ങളായിരിക്കുമ്പോൾ കർത്താവയുടെ കുടുംബത്തിൻ്റെ ആ വലിയ ആശ്രയം, കുടുംബത്തിൻ്റെ വലിയൊരു താങ്ങ് കർത്താവയുടെ ജീവിതത്തിൽ ഏറെ സന്തോഷവും അനുഗ്രഹവുമായി മാറുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ യുവജനങ്ങളെ ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിലേക്ക് കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂട്ടിവരുത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തങ്ങളുടെ പിതാക്കന്മാരുടെ, ഞങ്ങളുടെ മാതാക്കളുടെ വിശ്വാസം അവരാശ്രയിച്ച ദൈവം ഞങ്ങളുടെയും ദൈവമെന്ന് ആത്മഭാരത്തോടെ ഏറ്റുപറഞ്ഞ് ആരാധനയിലും സഭയുടെ എല്ലാ ആത്മീയ അനുഭവങ്ങളിലും ഞങ്ങളുടെ യുവജനങ്ങൾ ഭാഗമായി തീരുവാൻ തക്കോണം ദൈവമേ കൃപയരുളണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ യുവതലമുറ ഞങ്ങളുടെ വിശ്വാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സഭയെയും ഈ സമൂഹത്തിലും കർത്താവിൻ്റെ നല്ല സാക്ഷികളായി ജീവിപ്പാൻ ദൈവം അവരെ ഒരുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളുടെ ഇടവകയിൽ കൺഫർമേഷൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ദൈവസ്ഥാനത്തിൽ ഓർത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. 50ഓളം വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കളും ജ്ഞാനമാതാപിതാക്കളും ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളെ സ്വയം ഏറ്റെടുത്ത് ജീവിപ്പാൻ പ്രാപ്തരായിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമേ, അവരുടെ ഒരുക്കങ്ങളെ ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയമായി പ്രാപ്തിയോടെ കാര്യങ്ങളെ ചെയ്യുവാൻ തക്കോണം നിന്റെ മക്കൾക്ക് ദൈവാത്മാവിൻ്റെ പരിജ്ഞാനത്തെയും ആശ്രയത്തെയും നൽകി കൊടുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
ആ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നേർന്നു നൽകുന്ന അഭിനന്ദ തിരുമേനി ദൈവസ്ഥത്തിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മഹായിടവകയെ അനുഗ്രഹത്തോടെ നയിപ്പാൻ തക്കൊണ്ട് പ്രതിസന്ധിയുടെ കാലങ്ങളിൽ ദൈവമേ മുൻപോട്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിപ്പാൻ തക്കവണ്ണം എൻ്റെ മകനെ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവയിലെ പട്ടത്ത സമൂഹത്തെ, മിഷണറിമാരെ, സഭാ ശുശ്രൂഷകരെ, സിസ്റ്റർമാരെ എല്ലാവരും ദൈവസ്ഥത്തിലേക്ക് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് സ്വമേധയാ സുവിശേഷ പ്രവർത്തനങ്ങളായിരിക്കുന്നവരെ ദൈവസ്ഥത്തിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളെ, സ്ഥാപനങ്ങളെയും ദൈവമേ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ബുക്കാന ക്യാമ്പസിനെയും പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ദൈവസ്ഥത്തിലേക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സൗരഭ്യം ഇനിയും ഈ ദേശത്തെ സമൂഹത്തിൽ ദൈവമേ പകർന്നു നൽകുവാൻ തക്കോണം ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ മുഖാന്തരമായി തീരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് യുവജന ഞായറായിട്ട് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ യുവജനങ്ങളെയൊക്കെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആത്മീയ എരിവോടെ സഭയിലെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിപ്പാനും സഭയോട് ചേർന്ന് കർത്താവിൻ്റെ വിശ്വാസങ്ങളെ കൂടുതൽ ആഴങ്ങളിലേക്ക് കർത്താവെ കണ്ടെത്തുവാനും നിന്റെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങളെ പോലും നഷ്ടപ്പെട്ടു പോകാനിടയാകാതെയും അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ അവരുടെ ജീവിതം നൽകി കൊടുക്കണമേ, നല്ല മെച്ചപ്പെട്ട ജീവിതം നൽകി കൊടുക്കണമേ, നല്ല ഭാവി ദൈവമേ അവർക്ക് നൽകി കൊടുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ മനസ്സിൽ നന്മയുള്ളവരായി, ജീവിതത്തിൽ കർത്താവെ നല്ല സാക്ഷ്യമുള്ളവരായി, ജീവിത വിശുദ്ധി അന്ത്യത്തോളം കാത്തു സൂക്ഷിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ, അനുഗ്രഹങ്ങൾ, നന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ ദൈവം കൃപയല്ലണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കൃത്യമായിട്ട് വർക്കേഷനെയും കുടുംബമായി ലഭിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശുശ്രൂഷ അനുഗ്രഹത്തോടെ നിവർത്തിപ്പാൻ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകും ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരു മുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും അവരെ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയോഷങ്ങളെ അർപ്പിക്കും. ഞാൻ കർത്താവിന് പാടി കീർത്തനം ചെയ്യും. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെ അടയാളമാവുന്ന കൈസൂര് നമുക്ക് സ്വീകരിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മോടുകൂടെ. ജ്ഞാനകീർത്തനങ്ങളിൽ 252 കീർത്തനം ചേർന്ന് പാടാം. കീർത്തനം
252 ഈ സമയത്ത് സ്തോത്ര വഴിപാടുകളെ സമർപ്പിക്കാവുന്നതാണ്. നാം അർപ്പിച്ചതായിട്ടുള്ള വഴിപാടുകളെയും നമ്മയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പൊതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും അങ്ങ് കൈക്കൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. മുട്ടുകളെ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് ചൊല്ലാം. യേശുവേ ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്നതുപോലെ ഞങ്ങളുടെ മധ്യത്തിലും നിന്റെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് എല്ലാവരോടും വിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനങ്ങളാൽ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയെയും
അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതു സൃഷ്ടിയുടെ അതിഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവന്മാരോടും പ്രധാന ദൈവന്മാരോടും സുഖത്തിലെ സർവസംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നീ മഹത്വം എന്ന് ചൊല്ലി അങ്ങയുടെ നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെടാനാകുന്നു. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങൾ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ വനമനുഭവിപ്പാനും തന്നുവല്ലോ. അവൻ ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റയ്ക്കെടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന് മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവൻ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിരദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹ എന്ന് പറയാവുന്നവരിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് പ്രാർത്ഥിച്ചു കൊല്ലുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരനെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ
നിരടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ കൃഷ്ണൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവിൻ്റെ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. പലപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ചിന്തകളിലൂടെയും ഇടപാടുകളിലൂടെയും പരസ്പരമുള്ള ബന്ധങ്ങളിലൂടെയൊക്കെ ദൈവത്തിന് ഹിതമല്ലാത്ത പല കാര്യങ്ങളും നാം ചെയ്തു പോയിട്ടുണ്ട്. എന്നാൽ കാൽവരി ക്രൂശിൽ നമുക്കായി പരമയാഗമായി തീർന്ന കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞതായിട്ടുള്ള രക്തത്തിലൂടെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അനുതാപ ഹൃദയത്തോടെ പൂർണ്ണമായ സമർപ്പണത്തോടും വിനയത്തോടും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ച് കർത്താവെ തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സാക്ഷികളായി ഞങ്ങൾ ജീവിക്കുമെന്നുള്ള പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ അനുഭവത്തോടെ തിരുമേശയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിനയപ്പെടുത്തി അനുതാപ ഹൃദയത്തോടെ സമർപ്പിച്ചുകൊണ്ട് താഴെ വരുന്നതായിട്ടുള്ള പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളങ്ങയുടെ പലവിധമായ വലിയ കരുണകളല്ലാതെ ഞങ്ങളുടെ സ്വന്തത്തിൽ ആശ്രയിച്ചുകൊണ്ടെങ്കിലും മേശയിലേക്ക് ഒരു നാം നിൽക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ലോകത്തിൻ്റെ ഭാവത്തെ നിൽക്കുന്നതിനായി കുഞ്ഞാടെ ജീവന്റെ അപ്പമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം, സത്യാമന്ത്രിയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഈ ആഴ്ചകളിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ആയുസ്സിൻ്റെ നാളുകൾ കർത്താവെ പെരുകുന്നതും അനുഗ്രഹമായി തീരുന്നതും അങ്ങയുടെ സാന്നിധ്യത്താലും കൃപയാലും അങ്ങയുടെ നടത്തിപ്പാലും ആകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ആയുസ്സിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചവരെയും കുടുംബജീവിതത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അവിടുന്ന് അനുഗ്രഹത്തോടെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ വിദൂരതയിലായിരിക്കുന്ന അനേകർ ഉണ്ടല്ലോ, അവരെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ ഏറെ അനുഗ്രഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ ധാരാളമായ കൃപയിലും കരുണയിലും കരുതലിലും എല്ലാവരെയും അവിടുന്ന് സൂക്ഷിച്ച് കർത്താവെ, അനുഗ്രഹത്തോടെ നിന്റെ മക്കളെ അവിടുന്ന് പരിപാലിക്കണമേ, വഴി നടത്തി അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ആഴ്ചയിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇടവകയുടെ ആശംസകളെ അറിയിക്കുകയും ചെയ്യും. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അങ്ങയെ ആരാധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നൽകിയതായിട്ടുള്ള അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓരോ ആഴ്ചകളും കർത്താവെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം, ആരോഗ്യം നൽകിയതിനായി സ്തോത്രം. രോഗങ്ങളുടെ മധ്യേ കർത്താവെ അവിടെ ഞങ്ങളെ സുരക്ഷിതരായി കാത്തു പരിപാലിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് യുവജന ഞായറായി ഈ ഞായറാഴ്ച വേർതിരിച്ചിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അവർ സഭയ്ക്കായി ചെയ്ത എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങളെ ധന്യതയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കർത്താവെ, ഞങ്ങളുടെ യുവജനങ്ങൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, സഭയോട് ചേർന്ന് ജീവിക്കുവാൻ, കുടുംബത്തിന് നല്ല സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാ കർത്താവെ ദൈവിക മുഖാന്തരങ്ങളും അവർക്ക് ഒരുക്കി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിപ്പാനായിട്ടല്ല, നല്ലതും ദൈവഹിതം ഇന്നതൊന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളെ തന്നെ പുതുക്കി
ദൈവകൃപയോടെ ജീവിപ്പാൻ ഞങ്ങളുടെ യുവജനങ്ങളെ സഹായിക്കണം. അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ കർത്താവെ ബലപ്പെടുത്തുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ആരാധനയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം. കേട്ട വചനത്തിന് അനുസരണമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കൃപയോടെ ഞങ്ങളെ സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. പിതാവ് പുത്ര പരിശുദ്ധാത്മാം ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും നമ്മെല്ലാവരോടും കൂടെ ഇന്നും നയിക്കും കാലാവസാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്നത്തെ ആരാധനയിൽ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ മെൽവിൻ പി വർഗീസ് സാറിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. സാറ് ഏറ്റെടുത്തിരുന്ന ശുശ്രൂഷകൾ അനേക യുവജനങ്ങൾക്ക് ഒരനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വൈദിക ശുശ്രൂഷയിലേക്കൊക്കെ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പരിശീലന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളം അനുഭവിച്ചുകൊണ്ട് തുടർന്നും ദൈവീയ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളം സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI ഇടവകയിലെ എല്ലാ യുവജനങ്ങളുടെ നാമത്തിലും ഇടവകയുടെ നാമത്തിലുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ പിടിയരി, മാസവരി, ലേല കുടിശ്ശികൾ എല്ലാവരും ഈ നാളുകളിൽ കൊടുത്തു തീർക്കുവാനായിട്ട് ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പാരിഷ് ഹോളിൻ്റെ നിങ്ങൾ വാഗ്ദത്തം ചെയ്ത തുകകൾ ഇനിയും ലഭിക്കുവാനായിട്ടുണ്ട്. ആ തുകകളും ഈ നാളുകളിൽ പൂർണ്ണമായി നൽകി തരണമെന്ന് ഈ സമയത്ത് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കും. നമ്മുടെ ഇടവകയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾ ബുധനാഴ്ചകൾ നടക്കുന്നുണ്ട്. വ്യാഴാഴ്ചകൾ സ്ത്രീജന സഖ്യത്തിന് പ്രാർത്ഥന 8 മണിക്കും ഏരിയ പ്രയറുകൾ ഞായറാഴ്ച 7 മണിക്കും നടത്തപ്പെടുന്നുണ്ട്. എല്ലാം ഓൺലൈനിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥനകളിൽ കൂടുതൽ ആളുകൾ പങ്കുചേരുവാനായിട്ട് ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഒക്ടോബർ മാസം 10-ാം തീയതി നമ്മുടെ ഇടവകയിൽ കുഞ്ഞുങ്ങളുടെ സ്ഥിരീകരണ ശുശ്രൂഷയും അതോടൊപ്പം മധ്യകേരള മഹാ ഇടവകയിലെ പുതിയ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഇടവകയിൽ ഔദ്യോഗികമായി കടന്നു വരുന്നതായിട്ടുള്ള മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിക്ക് ഒരു സ്വീകരണവും നൽകേണ്ടത് ഇടവകയുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഒക്ടോബർ മാസം 10-ാം തീയതി രാവിലെ 9 മണിക്ക് ദേവാലയത്തിൽ വെച്ച് സ്ഥിരീകരണ ശുശ്രൂഷയും അതിനെ തുടർന്ന് 12 മണിക്ക് നമ്മുടെ പാരിഷ് ഹാളിൽ വെച്ച് അഭിമന്യ തിരുമേനിക്കൊരു സ്വീകരണവും കൊടുക്കുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഈ നാളുകളിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുകയാവുന്നു. എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. ഒക്ടോബർ മാസം 10-ാം തീയതിത്തെ ആരാധനയിലുള്ള ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളുണ്ട്. ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളത് 10-ാം തീയതി നടത്തുന്ന ഒക്ടോബർ മാസം 10-ാം തീയതി ഞായറാഴ്ച നടത്തുന്ന ആരാധനയിൽ സ്ഥിരീകരണ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ ആണ് പ്രധാനമായി ദേവാലയത്തിൽ ഇരിക്കുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. അതിനെ തുടർന്ന് നമുക്ക് ദേവാലയത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്നത്രയും ആളുകൾ ദേവാലയത്തിൽ ഉൾക്കൊള്ളിക്കുകയും ശേഷമുള്ള ആളുകൾക്ക് ആരാധനയിൽ പങ്കുചേരുന്നതിന് ഭാഗമായിട്ട് പാരിഷ് ഹാളിൽ ഈ ശുശ്രൂഷകൾ ലൈവായി ക്രമീകരിച്ചുകൊണ്ട് ശേഷമുള്ള ആളുകൾ പാരിഷ് ഹാളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കത്തക്ക രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ക്രമീകരണങ്ങൾ നമ്മൾ നടത്തേണ്ടത് ആവശ്യമാകുന്നല്ലോ. അതുകൊണ്ട് പ്രധാനമായും സ്ഥിരീകരണത്തിന് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കൾ അതോടൊപ്പം ആരാധനയിൽ പങ്കുചേരുന്നവരും ഈ ക്രമീകരണത്തിൽ പ്രത്യേകമായിട്ട് സഹകരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ആരാധനയിൽ കടന്നു വരുമ്പോൾ ഈ ക്രമീകരണത്തിൽ പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹത്തോടെ വഴി നടത്തട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.